അങ്ങനെ 3 ദിവസത്തെ ശബരിമല ദർശനത്തിനുള്ള ആ യാത്രയിൽ ഏട്ടനും മോനും തിരിച്ചെത്തിയിട്ടോ. അപ്പോൾ ബുധനാഴ്ച പോയതായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൊണ്ട ഭയങ്കര കുറച്ച് കട്ടൻ ചായ വെക്കുന്നുണ്ട്. കുറച്ച് നല്ല കടുപ്പത്തിൽ കട്ടൻ ചായ വെച്ചു കൊടുത്ത് ഏട്ടൻ ശബരിമലത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ, എല്ലാവരും കൂടി ഇരുന്നിട്ട്. പിന്നെ അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം കേട്ടോ പാക്കൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ എന്തൊക്കെയായിരുന്നു കേട്ടോ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഏട്ടനും മോൻ്റെയും കൂടെ സെലക്ഷനായിരുന്നു ഇത്. പിന്നെ അരവണയായിരുന്നല്ലോ, എല്ലാവർക്കും പ്രസാദം കൊടുക്കും. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ അവിൽ മലർ, അങ്ങനെയൊക്കെയുള്ള പ്രസാദങ്ങളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ മക്കൾക്ക് വാങ്ങിച്ചത് കാറായിരുന്നു കേട്ടോ. കാർ തന്നെ 3 ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഡോറ് തുറക്കാൻ പറ്റുന്ന ആ സൈസായിരുന്നു. ഇത് റെഡാണ് വരുന്നത്. അതേപോലെ വൈറ്റ് കളറും ഉണ്ടായിരുന്നു കേട്ടോ. ഒരേ സൈസ് തന്നെയായിരുന്നു വരുന്നുണ്ടായിരുന്നത്. പിന്നെ ഓറഞ്ച് കളറുള്ളത്, അങ്ങനെ ഒരു 3 കാറായിട്ടായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിരുന്നു. നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. ഇതിൽ വൈറ്റിനാണോ റെഡിനാണോ സ്പീഡ് കൂടുതൽ പറഞ്ഞിട്ട് കുട്ടൂസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഓറഞ്ച് കളർ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ അതുള്ളത്. പിന്നെ ഈ ഒരു കാറ് വെറൈറ്റി ആയി തോന്നിട്ട് ഉണ്ണിക്കുട്ടൻ സ്പെഷ്യലാണ് കേട്ടത്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഓപ്പൺ ചെയ്തിട്ട് നമ്മളിത് കാറ് ഓട്ടിച്ചെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും തട്ടിയെന്ന് വിചാരിച്ചാൽ അത് ഇതുപോലെ ഓപ്പൺ ആയിട്ട് ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കട്ടെ, ഇരുന്നടത്തുനിന്ന് കറങ്ങിക്കൊണ്ടിരിക്കട്ടെ, ഓടിക്കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കും കണ്ടോ. ഇതുപോലെ നല്ല ക്യൂട്ടായിക്കൊണ്ടിരിക്കില്ലേ. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കീ ചെയിനായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ടോം ആൻഡ് ജെറിയുടെ 2 കീ ചെയിനായിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടൂസ് ടോം ആണെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ബാഗിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജീപ്പായിരുന്നു. ജീപ്പ് നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട്. അതാണ്ടോ ബാഗിലൊക്കെ അവൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ടോമിൻ്റെ. പിന്നെ ജെറി ഉണ്ണിക്കുട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നുള്ളത് ഈ ബോളായിരുന്നു. ഇത് അനിമൽസ് മാത്രമായിട്ട് വരുന്ന ആ ഒരു ബോളായിരുന്നു കേട്ടോ, ഉണ്ണിക്കുട്ടിന് വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ഈ 2 കീ ചെയിനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. 2 തന്നെ എടുത്ത് 2 പേർക്ക് ഓരോന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിലൊരെണ്ണം എനിക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഇത് അത് തൂക്കാനുള്ള ആ ഒരു ഹാങ്ങാണ് കേട്ടോ വരുന്നത്. കീ ചെയിനൊക്കെ തൂക്കിയിടാന്ന് വെച്ചിട്ടുള്ള ആ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ വരുന്നുണ്ടായിരുന്നത് കമ്മലായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ സെലക്ഷനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കമ്മൽ. നല്ല അടിപൊളിയായിട്ടില്ലേ ആ ഒരു മോഡലും കളറും ഒക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടൂസ് ക്ലിപ്പ് സെലക്ട് ചെയ്തത് അവനായിരുന്നു കേട്ടോ, എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ 2 പേരും ഓരോ ഗിഫ്റ്റായിട്ട് എനിക്ക് ഇതായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ക്ലിപ്പും അതുപോലെ കമ്മലും. പിന്നെ ഇത് കാറിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ വരുന്നത്. ഇതിൽ കാറൊക്കെ ഓടിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ കേട് വരേണ്ട ആ ഒരു പാക്ക് എടുത്ത് വയ്ക്കുകയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ അവർ എടുത്ത് വെച്ചാണ് കേടെടുത്തുകൊണ്ട്. പിന്നെ അവരുടെ ഒരു തല്ലുകൂടലായിരുന്നു കേട്ടോ, ഏതിനാണ് സ്പീഡ് കൂടുതൽ, കാറിനാണോ ജീപ്പിനാണോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏട്ടനും കൂടി ഇടയിൽ കൂടെ വന്നാണ് കേട്ടോ. നിങ്ങൾ 2 പേരും ഓരോ കാർ എടുക്കുക, ഞാനും എടുക്കാമെന്ന് പറഞ്ഞിട്ട് 3 ആളും കൂടിയിട്ടായിട്ടോ. പിന്നെ റൈസ് ഉണ്ടായിരുന്നത്. ഉണ്ണിക്കുട്ടൻ ജീപ്പ് എടുത്ത്, കുട്ടൂസ് വൈറ്റ് കളറും ഏട്ടൻ റെഡ് കളർ കാറോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ആരുടെയാണ് ഫസ്റ്റ് എത്തുക, ആരുടെയാണ് സ്പീഡിലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ റെഡ് കാറിനെ തള്ളി വിട്ടാണ് കേട്ടോ, അതാണ് സ്പീഡ് കൂടുതലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറ്റില്ല, ഒന്നുകൂടെ നോക്കണം പറഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ നോക്കുകയാണ് കേട്ടോ, 2 കൂടിയിട്ട്, വൈറ്റും റെഡും കൂടിയിട്ട്. അപ്പോൾ കുട്ടൂസ് തോറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ ജയിച്ചതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് കേട്ടോ അത് ഈ കണ്ടുകൊണ്ടിരിക്കേണ്ട. അവന് കളിയാക്കിക്കൊണ്ടിരിക്കേണ്ട കുട്ടിയോട്ടം തോറ്റു എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ടൈമിൽ അമ്മ പ്രസാദം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത വീടുകൾക്കൊക്കെ പ്രസാദം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് കവറിൽ, ഓരോ പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ എല്ലാം ആക്കി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ വാഴൻ്റെ ഇല വഴറ്റിയിട്ട് അതിൽ അരവണ ആക്കി പൊതിഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പാക്കിംഗ് ഒക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത വീടുകളിൽ കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ശബരിമല വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.